ലയണൽ മെസ്സി വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. അർജന്റീന വീണ്ടും ജയിച്ചിരിക്കുകയാണ്. അതും ലയണൽ മെസ്സിയുടെ 2 ഗോളിന്റെ ബലത്തിൽ. മെസ്സി തന്നെ ആയിരുന്നു കളിയിൽ കിടിലായിട്ട് കളിച്ചത്. മെസ്സിയുടെ ആ ഒരു പെർഫോമൻസിന്റെ ബലത്തിലാണ് അർജന്റീന ഈ ഒരു മാച്ച് വിജയിച്ചത്. ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പെനാൽറ്റി കിട്ടി, അത് പക്ഷെ മെസ്സി മിസ്സാക്കി. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഹാട്രിക്ക് ഈ ഒരു മാച്ചിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേനെ. ഇപ്പോൾ 18 ഗോളുമായിട്ട് ക്ലോസയുടെ റെക്കോർഡ് വെട്ടിച്ചിരിക്കുകയാണ് ലയണൽ മെസ്സി. വാട്ട് എ പ്ലെയർ. വയസ്സ് കൂടുന്നുണ്ട് അല്ലാണ്ട് ഇയാൾക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ആ ഒരു കൺട്രോളോ ബോൾ കൺട്രോളോ ആ ഒരു പാസിങ്ങോ ഫിനിഷിങ്ങോ ഒന്നും ആളെ വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഗോൾ വരുന്നത് ഒരു ടിപ്പിക്കൽ മെസ്സി ഗോളായിരുന്നു. കട്ട് പാസ് മെസ്സി ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുന്നു. പണ്ട് എൽ ക്ലാസിക്കോലൊക്കെ അടിച്ച അതേ ഒരു സെയിം ഗോളായിരുന്നു. അവിടെ മെസ്സിനെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. മെസ്സിയുടെ ബാക്കിൽ ഒരു 24 നമ്പർ പ്ലെയർ, ഓസ്ട്രിയയുടെ പ്ലെയർ ജോഗ് ചെയ്താണ് ആൾ വരുന്നത്. മെസ്സിനെ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനൊന്നും അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മെസ്സിക്ക് ഒരു സ്പേസ് കിട്ടിയത്. മെസ്സിയാണ് ഗോളാക്കി മാറ്റി. ഫസ്റ്റ് ഹാഫിലൊക്കെ മൊത്തം കളിച്ചിട്ടുണ്ടായിരുന്നത് അർജന്റീന ആണ്. ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന് ഒരു പേരിന് പോലും ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ മിഡിൽ നിന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു അറ്റാക്കേഴ്സിൻ്റെ കുറവ് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും കാര്യമായിട്ട് ഒന്നും ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റില്ല. നല്ലൊരു സ്റ്റാർട്ട് സെക്കൻഡ് ഹാഫ് കിട്ടി, പക്ഷേ ഒരു ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു അറ്റാക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിഗ് ചാൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഓസ്ട്രിയക്ക്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ അർജന്റീന തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വളരെ ഈസി ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഡിഫൻസ് സോൾഡ് ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു ലിച്ചയുടെ ഭാഗത്തുനിന്നും റൊമേറോയുടെ ഭാഗത്തുനിന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ മറ്റൊരു ഗോൾ കൂടെ. ഇയാളെ ബോൾ കൺട്രോളാണ്, അത് ആളെ വിട്ടു പോവില്ല. എത്ര വയസ്സായാലും ആളെ വിട്ടു പോവില്ല എന്നാണ്, അത് ഉറപ്പാണ്. ആളുടെ ഒരു ബോൺ ടാലന്റ് എന്ന് പറയില്ലേ, അതാണ് ലയണൽ മെസ്സി. അത് ഈ ഒരു മാച്ചിലും ആള് തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ചോടുകൂടി നമുക്ക് മനസ്സിലായതാണത്. എന്തായാലും ഇരട്ട ഗോൾ ഈ ഒരു മാച്ചിൽ നേടി 5 ഗോളായിരിക്കാണ്. 2 മാച്ചിൽ നിന്ന് 5 ഗോള്. വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. അർജന്റീന എന്തായാലും അവർ വേൾഡ് കപ്പ് ഡിഫെൻഡ് ചെയ്യാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. നല്ല പെർഫോമൻസ് ആണ്. ബാക്ക് ടു ബാക്ക് മാച്ച് അവർ വിജയിച്ചിരിക്കുകയാണ്. അതും 2 മാച്ചും ക്ലീൻ ഷീറ്റോട് കൂടിയാണ് ജയിച്ചിട്ടുള്ളത്. ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ല. സ്കലോണിയുടെ കീഴിൽ മറ്റൊരു വേൾഡ് കപ്പ് കൂടെ അടിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നാണ്. എങ്ങനെയായിരിക്കും നോക്കൗട്ട് സ്റ്റേജിൽ അവരുടെ പെർഫോമൻസ് എന്ന്, ആരൊക്കെ ആയിരിക്കും ഓപ്പണൻ്റ് ആയിട്ട് വരിക എന്നതൊക്കെ കാത്തിരുന്ന് കാണാം. ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ